വൈക്കിങ്സിന്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് തലമുറകളെ പ്രചോദിപ്പിച്ച നായകന്മാരും ദൈവങ്ങളും യോദ്ധാക്കളും ചേർന്നാണ് ഇത് രൂപപ്പെടുത്തിയത്. ഇതിഹാസ രാജാക്കന്മാർ മുതൽ ശക്തരായ ദൈവങ്ങൾ വരെ. അതാണ് വൈക്കിങ്സിന്റെ ചരിത്രം. പുരാണവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഇടകലർന്ന മിഥ്യ, അതായിരുന്നു വൈക്കിങ്സ്. ഈ പരമ്പരയിൽ ഞങ്ങൾ അവരുടെ അസാധാരണമായ ചരിത്രം എക്സ്പ്ലോർ ചെയ്യുകയും അതിൽ ചരിത്രം സൃഷ്ടിച്ച കഥാപാത്രങ്ങളെയും ഇതിഹാസങ്ങളെയും പരാമർശിക്കുന്നു. വൈക്കിങ്സിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ആരായിരുന്നു വൈക്കിങ്സ്? വൈക്കിങ്സിന്റെ ഇനത്തിൽപ്പെട്ടവർ വെറും പോരാളികൾ മാത്രമായിരുന്നില്ല. അവർ പ്രഗത്ഭരായ യോദ്ധാക്കളെക്കാൾ മികവുറ്റവർ ആയിരുന്നു. അവരിൽ പര്യവേക്ഷകരും കർഷകരും വ്യാപാരികളും കഥാകൃത്തുക്കളും ഉണ്ടായിരുന്നു. 8-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിൽ സ്കാൻഡിനേവിയയിൽ നിന്നുള്ള ഈ ആളുകൾ യൂറോപ്പിലുടനീളം അതിനപ്പുറവും ചരിത്രം രൂപപ്പെടുത്തി. ഇന്നും ഇവരുടെ ചരിത്രം ഒരു മിഥ്യ എന്നോളം പറയപ്പെടുന്നു. വൈക്കിംഗ് സംസ്കാരത്തെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത യാഥാർത്ഥവും സാങ്കല്പികവുമായ ഇതിഹാസ വ്യക്തികളെയും അവരുടെ ചരിത്രത്തെയും അവതരിപ്പിക്കുന്ന ഈ പരമ്പരയുടെ ആദ്യ ഭാഗമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആരൊക്കെയായിരുന്നു വൈക്കിങ്സ് ചരിത്രത്തിലെ ഐതിഹാസിക നായകന്മാർ? എല്ലാവരുടെയും പ്രിയപ്പെട്ടവനും ഏറ്റവും പ്രശസ്തനുമായ റാഗ്നർ ലോത്ബ്രോക്കിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. റാഗ്നർ ലോത്ബ്രോക്ക് അതിശക്തനായ യോദ്ധാവും തന്ത്രശാലിയായ രാജാവുമായ റാഗ്നർ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും മേലുള്ള വിജയങ്ങൾക്ക് കാരണക്കാരനായിരുന്നു. അസാധാരണ ശക്തിയും സമർത്ഥമായ മനസ്സുമുള്ള റാഗ്നർ യൂറോപ്പിലുടനീളം ഭയവും ബഹുമാനവും പ്രചോദിപ്പിക്കുന്ന നിരവധി വൈക്കിംഗ് കഥകളുടെ നായകനായി. അടുത്തത് ഏതൊരു മനുഷ്യന്റെ ശക്തിയോടും ധീരതയോടും മത്സരിക്കുന്ന നിർഭയയായ ഒരു പരിചയായ ലഗാർത്തേയാണ്. അവർ റാഗ്നറിനൊപ്പം പോരാടി ഒരു ഇതിഹാസ യോദ്ധാവായി സ്ഥാനം നേടി. വൈക്കിങ്സ് സംസ്കാരത്തിൽ ലഗാർത്തിയെ പോലുള്ള സ്ത്രീകൾ കേവലം നിഷ്ക്രിയ വ്യക്തികളായിരുന്നില്ല. അവർ നേതാക്കളും പോരാളികളും പ്രതിരോധശേഷിയുടെ പ്രതീകങ്ങളുമായിരുന്നു. ബ്യോൺ അയേൺസൈഡ്. റാഗ്നറുടെ മകനായ ബ്യോൺ അയേൺസൈഡ് പിതാവിന്റെ ധൈര്യവും അഭിലാഷവും പാരമ്പര്യമായി നേടിയവനായിരുന്നു. അദ്ദേഹം സ്കാൻഡിനേവിയയുടെ അപ്പുറത്തേക്ക് സഞ്ചരിച്ച് വിദൂര ദേശങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അദ്ദേഹത്തിന്റെ യാത്രകൾ അദ്ദേഹത്തെ വൈക്കിങ്സിന്റെ ധൈര്യത്തിന്റെയും ജിജ്ഞാസയുടെയും പ്രതീകമാക്കി. നോർസ് ഇതിഹാസങ്ങൾ അനുസരിച്ച് ബ്യോൺ അയേൺസൈഡ് ഒരു നോർസ് വൈക്കിംഗ് മേധാവിയും സ്വീഡിഷ് രാജാവുമായിരുന്നു. അടുത്തത് ഏകീകൃത നോർവേയുടെ ആദ്യ രാജാവായ ഹറാൾഡ് ഹെർഫെയർ ആണ്. വൈക്കിംഗ് വംശങ്ങളെ ഒന്നിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭിലാഷവും നിശ്ചയദാർഢ്യവും സ്കാൻഡിനേവിയയെ എന്നേക്കുമായി പരിവർത്തനം ചെയ്യുകയും ശക്തമായ ഒരു രാജ്യത്തിന് വേദിയിരിക്കുകയും ചെയ്തു. എറിക് ദ റെഡ് ആൻഡ് ലീഫ് എറിക്സൺ. ഗ്രീൻലാൻഡ് സ്ഥാപിച്ച ജ്വലിക്കുന്ന പര്യവേക്ഷകനായ എറിക് ദ റെഡ്, അദ്ദേഹത്തിന്റെ മകൻ ലീഫ് എറിക്സൺ അവർ പിന്നീട് കൂടുതൽ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു. വടക്കേ അമേരിക്കയിലേക്കുള്ള ലീഫിന്റെ യാത്ര ആ ഭൂഖണ്ഡത്തിൽ കാലുകുത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരായ വൈക്കിങ്സുകളായി അടയാളപ്പെടുത്തി. ഓഡിൻ. വൈക്കിങ്സ് പാന്തിയോണിൽ ഓഡിൻ സർവപിതാവാണ്. ജ്ഞാനം, യുദ്ധം, മരണം എന്നിവയുടെ ദൈവം. അറിവിനായി ഒരു കണ്ണ് ബലിയർപ്പിച്ചു. ആസ്ഗാർഡിലെ തന്റെ സിംഹാസനത്തിൽ നിന്ന് തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച വൈക്കിങ്സ് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. തോർ. ഇടിമിന്നലിന്റെ ദേവനും മനുഷ്യരാശിയുടെ സംരക്ഷകനുമായ തോർ തന്റെ ശക്തിയേറിയ ചുറ്റികയായ മ്യോൾനീർ ഉപയോഗിച്ച് തോർ ദൈവങ്ങളെയും മനുഷ്യരെയും അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ശക്തിയും ധൈര്യവും അദ്ദേഹത്തെ വൈക്കിങ്ങുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവങ്ങളിൽ ഒരാളാക്കി. ലോക്കി. ദുഷ്ടതയ്ക്കും വഞ്ചനയ്ക്കും പേരുകേട്ട ലോക്കിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ദൈവങ്ങളുടെ ശക്തിയും ക്ഷമയും പരീക്ഷിക്കുന്ന സംഭവങ്ങളുടെ ഒരു ശൃംഖലയ്ക്ക് തന്നെ തുടക്കമിട്ടിട്ടുണ്ട്. ഫ്രേയ. സ്നേഹം, സൗന്ദര്യം, യുദ്ധം എന്നിവയുടെ ദേവതയായ ഫ്രേയ ആഗ്രഹത്തെയും ശക്തിയെയും പ്രതിനിധീകരിച്ചു. വൈക്കിംഗ് വിശ്വാസങ്ങളുടെ സങ്കീർണതകൾ ഉൾക്കൊള്ളുന്ന ശക്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായിരുന്നു അവർ. വാൽക്കൈറീസ്. ഓഡിനെ സ്നേഹിക്കുന്ന ഉഗ്രയായ കന്യകമാരായ വാൽക്കരികൾ. വാൽഹല്ലയ്ക്ക് യോഗ്യരായ യോദ്ധാക്കളെ തിരഞ്ഞെടുക്കുന്നവർ. ജാൾ. വൈക്കിംഗ് സമൂഹത്തിൽ യുദ്ധത്തിൽ യോദ്ധാക്കളെ നയിക്കുകയും ജനങ്ങളെ ഭരിക്കുകയും ചെയ്യുന്ന ഒരു കുലീനനും മേധാവിയുമായിരുന്നു ജാൾ. സിയർ. ദൈവങ്ങളുമായി ആശയവിനിമയം നടത്താനും വൈക്കിങ്ങുകൾക്കായി അവരുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും വിവർത്തനം ചെയ്യാനും കഴിയുന്ന ഒരു അമാനുഷികനായിരുന്നു സിയർ. വൈക്കിങ്സ് വിശ്വസിച്ചത് ദേവന്മാർ അവരുടെ വിധി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്നാണ്. ഈ ഐതിഹാസിക വ്യക്തികളും പുരാവസ്തുക്കളും വൈക്കിംഗ് ചരിത്രത്തിലേക്കുള്ള നമ്മുടെ യാത്രയുടെ തുടക്കം മാത്രമാണ്. ഇതിൽ യോദ്ധാക്കളായ രാജാക്കന്മാർ മുതൽ ദേവന്മാർ വരെ ഓരോരുത്തരും വൈക്കിങ്സ് ചരിത്രത്തിലെ പ്രധാനികൾ. അവർ പര്യവേക്ഷകരും ജേതാക്കളും ദർശകരുമായിരുന്നു. ഈ പുരാതന ലോകത്തിൻ്റെയും അതിന് ജീവൻ നൽകിയ ആളുകളെയും പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. ആ മിഥ്യാലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.